Good morning. Good morning, Miss. Okay, start ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? Chromatic numbering. Okay, the graph coloring, right? Graph coloring, അതിൽ proper coloring, chromatic number. The proper coloring means painting all the vertices of graphic colors such that no two adjacent vertices have the same color. And the chromatic number means the minimum number of colors required for proper coloring of the graph. Okay, so K കളറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? That graph is known as K chromatic graph. And we also discussed some properties of chromatic numbers. And next term, chromatic partitioning. Okay, so we know that. And proper coloring എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രാഫിലെ വെർട്ടീസസിനെ ഡിഫറെൻറ്റ് കളേഴ്സ് വെച്ചിട്ട് അസൈൻ ചെയ്യും. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താ? നമുക്ക് ഗ്രാഫിലെ വെർട്ടീസസിനെ ഡിഫറെൻറ്റ് സബ്സെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അക്കോർഡിംഗ് ടു കളേഴ്സ്. സോ കൺസിഡർ ഹിയർ 3 കളേഴ്സ് വെച്ചിട്ടാണ് ഗ്രാഫിനെ കളർ ചെയ്തത്, അല്ലെ വെർട്ടീസസിനെ കളർ ചെയ്തത്. ഓക്കെ, സോ ഈ കളറിൻ്റെ ബേസിൽ നമുക്ക് ഇതിലെ വെർട്ടീസസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വെർട്ടീസസ് V1, V2, V3, V4 and V5. Okay, first vertexനെ കളർ ചെയ്തത് റെഡ്, യൂസിങ് റെഡ്, ആൻഡ് സെക്കൻഡ് blue, and third yellow, fourth red, and 5 yellow. Okay, so ഈ ഒരു വെർട്ടീസസിനെ എന്താ പാർട്ടീഷൻ ചെയ്യാം ബേസ്ഡ് ഓൺ കളേഴ്സ്. അപ്പോൾ ഫസ്റ്റ് സെറ്റിൽ ഏതൊക്കെ വെർട്ടീസസ് ഉണ്ടാവും? V1, V4. സെയിം കളർ ചെയ്ത വെർട്ടീസ് ഒക്കെ ഒരു സെറ്റ്. ആൻഡ് സെക്കൻഡ് സെറ്റ് V2. And third set V3, V5. Here we partitioning the vertices into different subset based on colors. ഇതൊക്കെയാണോ? Miss, okay. സോ ഓൾറെഡി പറഞ്ഞു 3 സബ്സെറ്റ് ഉണ്ട്. സോ ഈ സബ്സെറ്റിൽ V1 and V4 അഡ്ജസെന്റ് ആണോ? അല്ല. അതായത് ഓരോ സബ്സെറ്റിലെയും വേർട്ടിസസ് എന്തായിരിക്കും? അഡ്ജസെന്റ് ആയിരിക്കില്ല. കളറിനെ ബേസ് ചെയ്തിട്ടാണ് വേർട്ടീസസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓരോ സെറ്റിലെയും വേർട്ടീസസ് തമ്മിൽ എന്തായിരിക്കും? അഡ്ജസെന്റ് ആയിരിക്കില്ല. നോൺ അഡ്ജസെന്റ് വേർട്ടീസസ് ആയിരിക്കും എന്ത് ആ പെർട്ടിക്കുലർ സബ്സെറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഓരോ സബ്സെറ്റിനെ പറയും ഇൻഡിപെൻഡന്റ് സെറ്റ്. Independent set. The no two vertices in any of 3 subsets are adjacent. So this subset of vertices is called independent set. എന്താണ്? ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. അതിന്റെ ഫോർമൽ ഡെഫിനിഷൻ: എ സെറ്റ് ഓഫ് vertices in a graph is said to be independent set of vertices or simply independent set if no two vertices in the set are adjacent.
ഓരോ സെറ്റിലെയും വേർട്ടിസസ് എന്തായിരിക്കും? അഡ്ജസന്റ് ആയിരിക്കില്ല. Is it clear? Oh, it's clear. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. A, B, C, D, E, F, G. ഓക്കെ, ഞാൻ കളർ ചെയ്യാണ്. 1 കളർ ചെയ്തു. ഫസ്റ്റ് വേർട്ടെക്സിന് 1 ആൻഡ് സെക്കൻഡ് വേർട്ടെക്സ് 2 ആൻഡ് C ആൻഡ് D ഏത് കളർ അസൈൻ ചെയ്യാം? 1 അസൈൻ ചെയ്യാം, റൈറ്റ്? ആൻഡ് E 1 അസൈൻ ചെയ്യാൻ പറ്റില്ല, 2 അസൈൻ ചെയ്യാൻ പറ്റില്ല, തേർഡ് കളർ 3. Then F 1, G 2. Here chi of G എത്രയായിരിക്കും? Three. ഓക്കെ, ഞാനിവിടെ ഇൻഡിപെൻഡന്റ് സെറ്റ് റൈറ്റ് ചെയ്യാണ്. ദ ഫസ്റ്റ് വൺ A, C, D. ഇത് ഇൻഡിപെൻഡന്റ് സെറ്റ് ആണോ? A, C, D. സെയിം കളർ വെച്ചിട്ടാണ് പാർട്ടീഷൻ ചെയ്തത്. A, C, D ചെക്ക് ചെയ്തത് അഡ്ജസന്റ് അല്ല. സോ ഇതെന്താണ്? ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് S2, E. E also independent set. And next one S3, B, G. This is also independent set. Okay, next ഞാൻ ACD. ACD ഇതിൽ F എന്ന് പറയുന്ന വേർട്ടെക്സും കൂടി ആഡ് ചെയ്യാണ്. ACDF. സ്റ്റിൽ ഇതെന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് സെറ്റ് ആയിരിക്കും. ഓക്കെ, ആയിരിക്കില്ലേ? ഹലോ, നെക്സ്റ്റ് സെറ്റ് E. ഞാനിവിടെ അനദർ ഒരു റൈറ്റ് ഒരു B എന്ന് പറയുന്ന വേർട്ടെക്സ് ആഡ് ചെയ്യാണ്. ഇത് ഇൻഡിപെൻഡന്റ് സെറ്റ് ആണോ? നിങ്ങൾ ഇത്ര ആലോചിക്കുക. ഇൻഡിപെൻഡന്റ് സെറ്റിൽ എന്തായിരിക്കും? വേർട്ടീസസ് അഡ്ജസന്റ് ആയിരിക്കരുത്. കളറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വേർട്ടീസസിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഞാനിവിടെ B ആഡ് ചെയ്യുമ്പോൾ E ആൻഡ് B എന്തായിരിക്കും? ഇവിടെ അഡ്ജസന്റ് ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് എ ഇൻഡിപെൻഡന്റ് സെറ്റ്, റൈറ്റ്? നെക്സ്റ്റ് ഒരു ടേം ഉണ്ട്, മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റ്. Maximal independent set is an independent set to which no other vertex can be added without destroying its independence property. Maximal independent set is an independent set to which no other vertex can be added without destroying its independence property. ഇതിന്റെ മീനിങ് എന്താ? ഇൻഡിപെൻഡന്റ് സെറ്റിൽ ഏതൊരു പുതിയ വേർട്ടെക്സ് ആഡ് ചെയ്താൽ അതിൻ്റെ ഇൻഡിപെൻഡൻസി പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് സെറ്റ് ഈസ് നോൺ ആസ് മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റ്. ഇവിടെ കൺസിഡർ ചെയ്യാം, നിങ്ങൾ E എന്ന് പറയുന്ന സെറ്റ് കൺസിഡർ ചെയ്തു. അവിടെ ഞാൻ വേറൊരു വേർട്ടെക്സ് B ആഡ് ചെയ്യുമ്പോഴെന്തായിരിക്കും? ഇത് ഇൻഡിപെൻഡൻസ് പ്രോപ്പർട്ടി അവിടെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ എനിക്ക് എന്ത് പറയാം? S2 ഈസ് എ മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റ്. എന്താ? മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. അതുപോലെ നിങ്ങൾ S3
ബി ജി അല്ലേ, ബി ജി. സോ വേറൊരു വെർട്ടെക്സ് ഇവിടെ ആഡ് ചെയ്യാണ്. സേ S3 ബി ജി, ലൈക്ക് ഞാൻ ഡി ആഡ് ചെയ്യുന്നു. ഡി ആഡ് ചെയ്യുമ്പോൾ എന്താ, അവിടെ ഇൻഡിപെൻഡൻസി പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്തില്ലേ? ഇപ്പൊ എന്ത് പറയാം, S3 is a maximal independent set. അതുപോലെ എന്താ S1ന്റെ കേസിലും ഇനിയൊരു വെർട്ടെക്സ് ഇവിടെ ആഡ് ചെയ്താൽ ആ ഒരു പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്യും. സോ S1 is also maximal independent set. നിങ്ങൾ ഇത്രയോ ഓർത്തിരിക്കുക, ഇൻഡിപെൻഡന്റ് സെറ്റിൽ ഒരു ന്യൂ വെർട്ടെക്സ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ സെറ്റ് എന്തായിരിക്കും, മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? സപ്പോസ് S1 A C D ഇത് ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. എല്ലാ വേർട്ടിക്സ് നോക്കിയാലും അഡ്ജസന്റ് അല്ല. നൗ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, എഫ് എന്ന് പറയുന്ന ഒരു വെർട്ടെക്സ് ആഡ് ചെയ്യാണ്. ആഡ് ചെയ്താലും ഇതെന്തായിരിക്കും, ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ മാക്സിമൽ ഇൻഡിപെൻഡന്റ്. എഫ് ആഡ് ചെയ്താലും സ്റ്റിൽ ആ പ്രോപ്പർട്ടി ഇവിടെ എന്താണ്, ഫോളോ ചെയ്യുന്നുണ്ട്. സോ എന്ത് പറയുന്നത് നമുക്ക്, സെറ്റ് S1 അല്ലെ, സെറ്റ് S1 A C D ഇതെന്താണ്, ഇറ്റ് ഇസ് നോട്ട് എ മാക്സിമൽ ഇൻഡിപെൻഡന്റ് സെറ്റ്. ക്ലിയർ ആയോ? അഭിനവ്, നന്ദ, രോഹിത്, നെക്സ്റ്റ് ഇൻഡിപെൻഡൻസ് നമ്പർ. അടുത്ത ടേം ഇൻഡിപെൻഡൻസ് നമ്പർ. That is the number of vertices in the largest independent set of G is known as independence number. It is denoted as beta of G. അതായത് ഇൻഡിപെൻഡന്റ് സെറ്റിൽ ഏത് ഇൻഡിപെൻഡന്റ് സെറ്റിലാണോ the largest number of vertices ഉള്ളത്, that number is known as independence number denoted by beta of G. So here ഏതായിരിക്കും beta of G? 3 സെറ്റ് ഉണ്ട്. ഏതാണ് ലാർജസ്റ്റ് സെറ്റ്? S1. Okay, so now number of vertices here 4. Beta of G equal to 4. ടേം ഓക്കെ ആണല്ലോ? The next ഒരു റിസൾട്ട് ഉണ്ട്. Consider K chromatic graph G of n vertices properly colored with the different colors. Since the largest number of vertices in G with the same color cannot exceed beta of G greater than or equal to n by K. അതായത് G എന്ന് പറഞ്ഞ ഗ്രാഫ് ഉണ്ട്, n vertices and it's a K chromatic graph. K ക്രോമാറ്റിക് ഗ്രാഫ് ആണ്. അതിന്റെ മീനിങ് എന്തായിരിക്കും, K കളേഴ്സ് യൂസ് ചെയ്യും അല്ലെ, വെർട്ടെക്സിനെ കളർ ചെയ്യാൻ വേണ്ടി K കളർ യൂസ് ചെയ്യും. ഇപ്പൊ K കളർ യൂസ് ചെയ്യുന്ന മീനിങ് എന്താ, ഗ്രാഫിനെ നമുക്ക് K സബ്സെറ്റ് ആയിട്ട്, അതിന്റെ വെർട്ടിസിനെ K സബ്സെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഓരോ സബ്സെറ്റിലെയും ഏത് സബ്സെറ്റിനാണ് ലാർജസ്റ്റ് നമ്പർ ഓഫ് വെർട്ടിസസ് ഉള്ളത്, ആ ഒരു വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ഇൻഡിപെൻഡൻസ് നമ്പറിനേക്കാളും കുറവായിരിക്കും, ഈക്വൽ ടു അല്ലെങ്കിൽ അതിനേക്കാളും കുറവായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഒരു ഇൻഇക്വാലിറ്റി ഉണ്ട്, ബീറ്റ ഓഫ് ജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n by k ആയിരിക്കും എപ്പോഴും. ഈ ഒരു കേസ് നോക്കിയേ, നമുക്ക് എന്താ നോക്കേണ്ടത്, beta of g greater than or equal to n by k. So here beta of g equal to 4 ആണ്. Number of vertices എത്രയാണ് ഇവിടെ,
7 അല്ലേ? ദെൻ കെ എത്ര കളർ യൂസ് ചെയ്ത്? കെ കളർ 3 കളർ യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്തത്. എന്തായാലും എന്താണ് 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7/3 ആയിരിക്കും. നോക്കാം, 3 സെറ്റ് ഉണ്ട്, S1 S2 S3. അപ്പോൾ ലാർജസ്റ്റ് S1ലാണ്. S1ന്റെ നമ്പർ ഓഫ് വെർട്ടീസസ് എപ്പോഴും എന്തായിരിക്കും? ബീറ്റ ഓഫ് ജി അതിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? അതിന് കുറവായിരിക്കും. ഓക്കെ ആണോ ഈ റിസൾട്ട്? നിങ്ങൾ ഓർത്തിരിക്കുക, ഇൻഡിപെൻഡൻറ്റ് സെറ്റ് എന്താണെന്ന് ഓർത്തിരിക്കുക. ദെൻ അതിലെ മാക്സിമൽ ഇൻഡിപെൻഡൻറ്റ് സെറ്റ്, ദെൻ ഇൻഡിപെൻഡൻസ് നമ്പർ. നെക്സ്റ്റ് ടേം chromatic polynomial. Chromatic polynomial. Consider this is a graph. എനിക്ക് ഈ ഗ്രാഫിനെ കളർ ചെയ്യണം. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ബ്ലൂ, ഫസ്റ്റ് വേർട്ടെക്സ് ബ്ലൂ വെച്ച് കളർ ചെയ്യുന്നു, ആൻഡ് സെക്കൻഡ് വേർട്ടെക്സ് റെഡ് വെച്ചിട്ട്, ആൻഡ് തേർഡ് യെല്ലോ. ഇത് പ്രോപ്പർ കളറിംഗ് ആണോ? ഓക്കെ, പ്രോപ്പർ കളറിംഗ് ആണ്. സെയിം ഗ്രാഫ് എന്താ ഞാൻ കളർ ചെയ്യാണ്. ഫസ്റ്റ് വേർട്ടെക്സ് എന്താ? യെല്ലോ വെച്ച് കളർ ചെയ്തു, സെക്കൻഡ് റെഡ്, തേർഡ് ബ്ലൂ. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് റെഡ് വെച്ച് കളർ ചെയ്തു, ബ്ലൂ, യെല്ലോ. ഓക്കെ, അതായത് സെയിം ഗ്രാഫ് എനിക്ക് ഡിഫറെൻറ്റ് വേയിൽ എന്തായിരിക്കും കളർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദിസ് ഈസ് നോൺ ആസ് chromatic polynomial. A chromatic polynomial P of lambda gives the number of different ways the graph G can be properly colored. എത്ര വേസിൽ എന്താണ് ഗിവൺ ഗ്രാഫ് കളർ ചെയ്യാം, അതാണ് എന്ത് പറയുന്നത്? chromatic polynomial എന്ന് പറയും. Okay, the definition is let G be a undirected graph and lambda be the number of colors that are available for proper coloring the vertices of G. The polynomial P of lambda, which gives the number of different ways the graph G can be properly colored using the number of colors, is called chromatic polynomial of G. നമ്മുടെ കയ്യിൽ ലാംഡ നമ്പർ ഓഫ് കളേഴ്സ് ഉണ്ട്. ആ ലാംഡ നമ്പർ ഓഫ് കളേഴ്സ് വെച്ചിട്ട് എത്ര വേസിൽ നമുക്ക് ഗ്രാഫിനെ എന്താ കളർ ചെയ്യാം, പ്രോപ്പർ കളർ ചെയ്യാം. അതാണ് എന്ത്? ക്രോമാറ്റിക് പോളിനോമിയൽ. ഇതൊക്കെയാണോ? മിസ് ഓക്കെ. Then, so ഇതിനെ കുറച്ച് റിസൾട്ട് ഉണ്ട്. റൈറ്റ് ഡൗൺ ഫസ്റ്റ്. ഇഫ് G equal to VE എന്നെല്ലാം നോട്ട് ചെയ്തോ. ഇഫ് G equal to VE with V equal to N and E equal to 5, then G consists of n isolated points and by the rule of product P of lambda equal to lambda raised to n, which is equal to lambda into lambda. Here n times. If G equal to VE with number of vertices equal to n and edge equal to 5, that means ഇതൊരു null graph ആയിരിക്കും, edges ഉണ്ടാവില്ല. Then G consists of n isolated point by the rule of product P of lambda equal to lambda raised to n. അതായത് ഈ ഒരു given graph G എന്ന് പറയുന്നത് എന്തായിരിക്കും?
അതിൽ n വേർട്ടീസസ് ഉണ്ട്, n വേർട്ടീസസ് ഉണ്ട്. എഡ്ജസ് ആയിരിക്കും 0 ആയിരിക്കും, എഡ്ജസ് ഇല്ല. ഇതൊരു ഐസോലേറ്റഡ് അല്ലെങ്കിൽ നൾ ഗ്രാഫ് എന്ന് പറയാം അല്ലെ. ഇറ്റ്സ് എ നൾ ഗ്രാഫ്. സോ നൾ ഗ്രാഫ് ആണെങ്കിൽ അതിന്റെ ക്രോമാറ്റിക് പോളിനോമിയൽ ലാംഡ റേസ് ടു n ആണെന്നാണ് ഈ ഒരു റിസൾട്ട് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ എ ഗ്രാഫ് വിത്ത് 4 vertices. സോ നൾ ഗ്രാഫ് ആണ്. എത്ര വെർട്ടെക്സ് ഉണ്ടാവും? 2, 3 and 4. ആൻഡ് നമ്മുടെ കയ്യിൽ എത്ര ലാംഡ കളേഴ്സ് ഉണ്ട്? ഓക്കെ, ഞാൻ ഇതിന് കളർ ചെയ്യാൻ വന്ന് ഫസ്റ്റ് വെർട്ടെക്സിന് എനിക്ക് എന്താ ലാംഡ കളേഴ്സ് വെച്ചിട്ട് കളർ ചെയ്യാൻ പറ്റും അല്ലെ. ഹലോ, എൻ്റെ കയ്യിൽ ലാംഡ കളേഴ്സ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് വെർട്ടെക്സിൽ എന്താ ഈ ലാംഡ കളേഴ്സ് വെച്ചിട്ട് എനിക്ക് കളർ ചെയ്യാൻ പറ്റും. അതിൽ ഏതെങ്കിലും ഒരു കളർ ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഡിഫറെന്റ് വേ ആണ് നമുക്ക് നോക്കേണ്ടത്. ആൻഡ് സെക്കൻഡ് വെർട്ടിസസിന് ഓൾസോ എന്താ ലാംഡ കളേഴ്സ് വെച്ചിട്ട് കളർ ചെയ്യാം. ബിക്കോസ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്താ അഡ്ജസന്റ് അല്ല. അപ്പൊ ഇവിടെ യൂസ് ചെയ്ത കളറും ഇവിടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തേർഡ് വെർട്ടെക്സിന് എന്താ ലാംഡ കളേഴ്സ് വെച്ചിട്ട് കളർ ചെയ്യാം. ആൻഡ് ഫോർത്ത് വെർട്ടെക്സ് ഓൾസോ ലാംഡ കളേഴ്സ് വെച്ചിട്ട് കളർ ചെയ്യാം. ബിക്കോസ് എല്ലാ വേർട്ടീസസും എന്താ അഡ്ജസന്റ് അല്ല. അപ്പൊ സെയിം കളർ യൂസ് ചെയ്തിട്ട് കളർ ചെയ്യാം. ഇനി ഇവിടെ ക്രോമാറ്റിക് പോളിനോമിയൽ ഞാൻ ഫൈൻഡ് ചെയ്യാണ്. ക്രോമാറ്റിക് പോളിനോമിയൽ പി ഓഫ് ലാംഡ അല്ലെങ്കിൽ എന്ത് പറയാം, പി ഓഫ് ജി ലാംഡ ഈക്വൽ ടു ഇതിനെല്ലാം എന്താണ് മൾട്ടിപ്ലൈ ചെയ്യാം. ലാംഡ ഇൻറ്റു ലാംഡ ഇൻറ്റു ലാംഡ ഇൻറ്റു ലാംഡ which is equal to lambda raised to 4. അപ്പോൾ n-ന്റെ വാല്യൂ 4 ആണെങ്കിൽ ക്രോമാറ്റിക് പോളിനോമിയൽ ലാംഡ raised to 4 ആണ്. അപ്പോൾ ജനറൽ എന്ത് പറയാം? ഇൻ ജനറൽ G with n vertices, chromatic polynomial equal to lambda raised to n. Is it clear? Promise. നോട്ട് ചെയ്തു. Then second result. Write down if G equal to Kn, then at least lambda colors must be available for us to color G properly by the rule of product P of lambda equal to lambda into lambda minus 1 into lambda minus 2 up to lambda minus n minus 1, which is equal to lambda into lambda minus 1 into lambda minus 2 lambda minus n plus 1. The G എന്ന് പറയുന്നത് Kn ആണ്. ദാറ്റ് മീൻസ് കംപ്ലീറ്റ് ഗ്രാഫ് ആണ്. കംപ്ലീറ്റ് ഗ്രാഫ് ആകുമ്പോൾ അതിന്റെ ക്രോമാറ്റിക് പോളിനോമിയൽ എന്താ ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2 ഇൻറ്റു
ലാംഡ മൈനസ് എൻ പ്ലസ് 1. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. K4. ഓക്കെ, K4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കംപ്ലീറ്റ് ഗ്രാഫ് ആണ് വിത്ത് 4 വെർട്ടിസസ്. ജസ്റ്റ് ഗ്രാഫ് ഇവിടെ പ്ലോട്ട് ചെയ്യാണ്. എൻ്റെ കയ്യിൽ ലാംഡ കളേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേർട്ടെക്സ് V1, V2, V3, V4. ഫസ്റ്റ് വേർട്ടെക്സിന് ലാംഡ കളേഴ്സ് വെച്ചിട്ട് കളർ ചെയ്യാം. ഏതെങ്കിലും ഒരു കളർ വെച്ചിട്ട് കളർ ചെയ്യാം. ഓക്കെ, ആൻഡ് സെക്കൻഡ് വേർട്ടെക്സിന് എത്ര കളേഴ്സ് വെച്ചിട്ട് കളർ ചെയ്യാൻ പറ്റും? ലാംഡ കളർ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ലാംഡ -1. ഓക്കെ, ലാംഡ -1, കാരണം ഒരു കളർ ഇവിടെ ഫിക്സ് ചെയ്തു. ഇനി ഇവിടെ എന്താ, ഈ ഫിക്സ് ചെയ്ത കളർ V2 യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, V1 ആൻഡ് V2 അഡ്ജസെന്റ് ആണ്. അപ്പോൾ ബാലൻസ് ഉള്ള ലാംഡ -1 കളേഴ്സ് വെച്ചിട്ടായിരിക്കും V2 എന്തായിരിക്കും കളർ ചെയ്യാൻ പറ്റുന്നത്. ഇനി V4, ഓൾറെഡി 2 കളർ ഇവിടെ ഫിക്സ് ചെയ്തു. ആ 2 കളറും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാലൻസ് എത്ര കളർ ഉണ്ട്? ലാംഡ -2 ആയിരിക്കില്ലേ? ഹലോ, ഇനി ഈ വെർട്ടെക്സോ എത്ര കളേഴ്സ് വെച്ച് ചെയ്യാം? ലാംഡ -3. ലാംഡ -3, കാരണം 3 കളേഴ്സ് ഇവിടെ ഫിക്സ് ചെയ്തു. ആ 3 കളേഴ്സ് എന്തായിരിക്കും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ, എല്ലാ വേർട്ടിസും തമ്മിൽ അഡ്ജസെന്റ് ആണ്. റിമൈനിങ് ലാംഡ -3 കളേഴ്സ് വെച്ചിട്ട് ഇതിനെ കളർ ചെയ്യാം. ഇനി ക്രോമാറ്റിക് പോളിനോമിയൽ പറഞ്ഞേ, P ഓഫ് ലാംഡ, അല്ലെങ്കിൽ എന്ത് പറയാം, P ഓഫ് K4 ലാംഡ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ലാംഡ -1 ഇൻറ്റു ലാംഡ -2 ഇൻറ്റു ലാംഡ -3. ഗ്രാഫിന്റെ ക്രോമാറ്റിക് പോളിനോമിയൽ ഇത് K4 ആണ്. അപ്പം ഇൻ ജനറൽ എന്ത് പറയാം? ഇൻ ജനറൽ Kn ഈക്വൽ ടു എന്ന് പറഞ്ഞേ, ലാംഡ ഇൻറ്റു ലാംഡ -1 ഇൻറ്റു ലാംഡ -2 അപ് ടു ലാംഡ -n-1 അല്ലേ? ഇവിടെ 4 വേർട്ടിസസ് ഉണ്ടെങ്കിൽ ഇവിടെ എന്താ ലാസ്റ്റ് ലാംഡ -3 ആണല്ലേ? അപ്പോൾ ലാംഡ -n-1. അപ്പം എന്ത് എഴുതാം? ലാംഡ ഇൻറ്റു ലാംഡ -1 ഇൻറ്റു ലാംഡ -2 ഇൻറ്റു ലാംഡ -n+1. ഓക്കെ ആണോ? ഇതിന് നമുക്ക് വേറൊരു ഫോമിലും കൂടി എഴുതാം. ലാംഡ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ലാംഡ -n ഫാക്ടോറിയൽ. നിങ്ങൾ ഇതുവരെ ഓർത്തിരിക്കുക. ഇത് ക്ലിയർ ആണോ? നെക്സ്റ്റ് third result. For each path with n vertices, then P of lambda equal to lambda into lambda -1 raised to n-1. For each path with n vertices, then P of lambda equal to അതായത് ഗ്രാഫിൽ ഏതൊരു പാത്ത് എടുത്താലും അതിൽ n വേർട്ടിസസ് ഉണ്ടെങ്കിൽ അതിന്റെ ക്രോമാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാംഡ ഇൻറ്റു ലാംഡ -1 റേസ് ടു n-1. ഒരു എക്സാമ്പിൾ പറയാം. A path with 5 vertices. V1, V2, V3, V4 and V5. എനിക്കറിയാം പാത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും?
വേർട്ടെക്സ് റിപ്പീറ്റ് ചെയ്യില്ല, അതുപോലെ തന്നെ എഡ്ജസും റിപ്പീറ്റ് ചെയ്യില്ല. അപ്പം ഞാൻ ഫസ്റ്റ് വേർട്ടെക്സിനെ ഒരു കളർ വെച്ച് അസൈൻ ചെയ്തു, ആൻഡ് സെക്കൻഡ് വേർട്ടെക്സിന് എന്തായിരിക്കും വേറൊരു കളർ വെച്ചിട്ട്, ആൻഡ് തേർഡിന് ഏത് കളർ വെച്ചിട്ട് എനിക്ക് കളർ ചെയ്യാൻ പറ്റും? 1 വെച്ച് കളർ ചെയ്യാം. കാരണം എന്താ, V3യും V1ഉം അഡ്ജസൻ്റ് അല്ല. ആൻഡ് V4നെ 2 വെച്ചിട്ട്, ദെൻ V5നെ 1 വെച്ച് കളർ ചെയ്യാം. ഓക്കെ, ഈ ഒരു പാത്ത് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? ട്രീ ആയിരിക്കും. ഇറ്റ്സ് എ ട്രീ. സോ വി നോ ദാറ്റ് ട്രീ ഈസ് എ 2 chromatic. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. 2 chromatic എന്ന് പറയുന്നത് 2 കളർ വെച്ചിട്ട് കളർ ചെയ്യാം. ഓക്കെ, നൗ എൻ്റെ കയ്യിൽ ലാംഡ കളേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വെർട്ടെക്സിന് ഞാൻ എന്ത് ചെയ്യുന്നു? ലാംഡ കളേഴ്സ് വെച്ചിട്ട് കളർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് വെർട്ടെക്സിനെ എത്രയായിരിക്കും? ലാംഡ -1 വെച്ച് കളർ ചെയ്യാം. കാരണം ഒരു കളർ ഇവിടെ ഫിക്സ് ചെയ്തു, ആ കളർ യൂസ് ചെയ്യാൻ പറ്റില്ല സെക്കൻഡ് വെർട്ടെക്സിനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാംഡ -1 കളർ വെച്ചിട്ട് കളർ ചെയ്തു. ഇനി ഈ തേർഡ് വെർട്ടെക്സിന് എത്ര കളേഴ്സ് വെച്ചിട്ട് കളർ ചെയ്യാം? ലാംഡ. ലാംഡയാണോ ലാംഡ -1 ആണോ? ഇവിടെ ലാംഡ വെച്ച് കളർ ചെയ്തു. ഓക്കെ, ഇവിടെ ലാംഡ -1. അപ്പൊ ഒരു കളർ ഇവിടെ ഫിക്സ് ചെയ്തു അല്ലെ. V3ന് അഡ്ജസ്റ്റന്റ് ആണ് V2. അതിലൊരു കളർ ഇവിടെ ഫിക്സ് ചെയ്തു. ഇവിടെ ഫിക്സ് ചെയ്ത കളർ വെച്ചിട്ട് എന്താ, എനിക്ക് ഇവിടെ കളർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ കളർ ചെയ്യുമ്പോൾ എന്തായിരിക്കും? ലാംഡ -1 കളേഴ്സ് ഉണ്ടാവും കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി V4ന്റെ കേസിൽ എന്താ, ലാംഡ കളേഴ്സ് ഉണ്ട്, ഇതിന്റെ അഡ്ജസ്റ്റന്റ് വെർട്ടിസസ് ആണ് V3. അവിടെ ഒരു കളർ വെച്ചിട്ട് ഞാൻ കളർ ചെയ്തു. ഇനി ആ കളർ എനിക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ലാംഡ -1 ആയിരിക്കും. ഇതിന്റെ കേസിൽ എന്തായിരിക്കും? ലാംഡ -1 ആയിരിക്കും. ഈ കൺസെപ്റ്റ് ഓക്കെ ആണോ? ഫസ്റ്റ് ലാംഡ വെച്ച് കളർ ചെയ്തു ഫസ്റ്റ് വേർട്ടെക്സിനെ. സെക്കൻഡ് വേർട്ടെക്സിന് എന്താ, ഇവിടെ ഒരു കളർ വെച്ചു. ഇനി നമുക്ക് എന്താ, ലാംഡ -1 ഉള്ളൂ. അത് വെച്ച് സെക്കൻഡ് വേർട്ടെക്സിനെ കളർ ചെയ്തു. ഇനി തേർഡ് വേർട്ടെക്സിനെ കളർ ചെയ്യണം. ഓക്കെ, ലാംഡ കളേഴ്സ് ഉണ്ട്, ബട്ട് അതിലൊരു കളർ ഇവിടെ കളർ ചെയ്തു അല്ലെ. ആ കളർ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യും? ലാംഡ -1 ആണ്. അതുപോലെ ഈ ഒരു കേസിലും ലാംഡ ഉണ്ട്, ഒരു കളർ ഇവിടെ കളർ ചെയ്തു, റിമൈനിങ് ലാംഡ -1. ഇനി ക്രോമാറ്റിക് പറഞ്ഞേ, P of lambda equal to lambda into lambda -1 into lambda -1 into lambda -1 into lambda -1, which is equal to lambda into lambda -1 raised to 4. Okay, in general എങ്ങനെ പറയാം? In general, P of lambda or P of P5 lambda, Pn lambda equal to lambda into lambda -1 raised to n minus 1. Is it clear? Miss. Next one, if the graph has multiple components, ഗ്രാഫിൽ മൾട്ടിപ്പിൾ കമ്പോണൻസ് ഉണ്ടെങ്കിൽ ക്രോമാറ്റിക് പോളിനോമിയൽ എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ദാറ്റ് മീൻസ് ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, so this is your graph. Okay, ഇവിടെ രണ്ട് കമ്പോണൻസ് ഉണ്ട് അല്ലേ, G1 G2. ഒരു ഗ്രാഫാണ്. സോ ഇതിന്റെ ക്രോമാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് നമ്മൾ ഓരോ കമ്പോണന്റ് എന്താണ് ക്രോമാറ്റിക് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യണം. G1 എന്താ ആക്ച്വലി?
ഒരു പാത്ത് ആണല്ലേ, P3 ആണ്. ഓക്കെ, ആൻഡ് G2 എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് ഗ്രാഫ് ആണ്, K3. അപ്പോൾ P3യുടെ ക്രോമാറ്റിക് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യാൻ ഇക്വേഷൻ എന്തായിരുന്നു? ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 n മൈനസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 റേസ് ടു 2. Then K3. Lambda into lambda minus 1 into lambda minus 2. കംപ്ലീറ്റ് ഗ്രാഫിന്റെ പോളിനോമിയൽ എന്താ? ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് സ്ക്വയർ ലാംഡ ഇൻറ്റു ലാംഡ മൈനസ് 1 ഇൻറ്റു ലാംഡ മൈനസ് 2. ഓക്കെ, നിങ്ങൾ ഓരോ കമ്പോണന്റ് എന്താണ് ക്രോമാറ്റിക് പോളിനോമിയൽ ഫൈൻഡ് ചെയ്യുക, അതൊന്ന് ഇൻറ്റു ചെയ്യുക. ഇത്രയും കൺസെപ്റ്റ് ഓക്കെ ആണോ? Miss, okay. ഫോർത്ത് അവർ ഞാൻ തന്നെയാണ്. ഇനി നെക്സ്റ്റ് കൺസെപ്റ്റ് ഫോർത്ത് അവർ ഡിസ്കസ് ചെയ്യാം.